ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈവനിങ് തുടങ്ങി രാത്രി 12 മണി വരെയുള്ള ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഭയങ്കര ഹാപ്പിയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്തൊരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് അവളുടെ വീട്ടിലൊരു മൂവി നൈറ്റ് അല്ലെങ്കിൽ സ്ലീപ്പ് ഓവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി എല്ലാവർക്കും നിൽക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്, മക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഞങ്ങളൊരു മൂവി നൈറ്റാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. ഒരു ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാവരും ഫ്രീ ആണ്. എനിക്ക് കുട്ടികൾക്ക് പിറ്റേ ദിവസം മദ്രസ ഉണ്ട് കേട്ടോ. എന്നാലും രാത്രി ഒരു മണി വരെ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ വീട്ടിലൊക്കെ ചോദിച്ചു, അങ്ങനെ പെർമിഷനൊക്കെ എടുത്ത് വൈകിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇക്കായും പിള്ളേരൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കി. അപ്പോൾ വൈകിട്ടത്തേക്ക് ആക്കാനുള്ള സമയമേ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈവനിങ് ഒരു അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു 5 മണി 5:30 ആയപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അതേ പാസ്തയാണ് ആക്കിയത്. കിച്ചണിലേക്ക് വന്ന പാടെ പാസ്ത ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ആദ്യം കെറ്റിലൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് പാസ്ത ആദ്യം വേവിക്കാൻ വേണ്ടി ഇട്ടു. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക്കും ടൊമാറ്റോ ഒനിയനൊക്കെ വേണമായിരുന്നു. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തു. തക്കാളി ഒരു 4 എണ്ണത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. 2 പാക്കറ്റ് പാസ്ത എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളി നന്നായിട്ട് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പാസ്തയ്ക്ക്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ബട്ടറും ഓയിലും കൂടി മിക്സ് ചെയ്താണ് ഒഴിച്ച് അതിലേക്ക് ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് സവാളയും പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം പോണ വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നല്ല പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ ആഡ് ചെയ്തത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഫ്രഷ് ക്രീം കുറച്ച് എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതും. പിന്നെ ഒരു പീസ് ക്രീം ചീസ് നല്ല തിക്കനാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പീസ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്രീം ചീസ് ഇങ്ങനെ ക്യൂബായിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ആ ഒരൊറ്റ ക്യൂബ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. പിന്നെ കുറച്ച് ഒറിഗാനോ, അതേപോലെ പാപ്രിക്ക, പിന്നെ സോസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് ഗ്രാൻഡിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഹോം ഡെലിവറി ആണ്. പക്ഷേ ഹോം ഡെലിവറി ആണെങ്കിൽ നമ്മുടെ ടൈം അത്യാവശ്യം പോകട്ടെ. നമ്മളിപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ലേറ്റ് ആവും അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പള്ളി പോകുന്നതിനേക്കാളും കുറച്ചും കൂടി മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ ഹാസിമിനെ കിക്കാടുത്താക്കിയിട്ട് ഞാൻ തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബർഗറും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു പുഡിങ്ങും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചീസും കൂടി ആഡ് ചെയ്ത് നമ്മുടെ പാസ്ത റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തത് പാസ്ത ആൻഡ് പിസ്സ സോസ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഷോപ്പിൽ ചെന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. അപ്പോൾ രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു സോസാണ് അത്. ഡയറക്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല സ്പൈസിയാണ്. പക്ഷേ ഇതിലേക്ക് ആഡ് ചെയ്തപ്പോൾ ആ ഒരു സ്പൈസി ഒന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2-2.5 ടേബിൾ സ്പൂണോളം അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഫ്ലേവർ കൂടുതൽ കേട്ടോ. പിന്നെ ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീമോ ക്രീം ചീസോ ഈ സോസുകളൊന്നും ഇല്ലെങ്കിലും നോർമലി ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പാല്, പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ അങ്ങനെ വെജീസ് ചെയ്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. പാപ്രിക്ക, ഒറിഗാനോ, അതേപോലെ ഈ സോസുകൾ അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ഉണ്ടെങ്കിൽ ചീസ് കുറച്ച് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇത് ബർഗറും ആക്കിയെടുക്കുന്നുണ്ട്. ബർഗർ ബണ്ണ് ഞാൻ ഓൾറെഡി അവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായി. അതേപോലെ അതിൻ്റെ പാറ്റിയും ചിക്കൻ്റെയും ബീഫിൻ്റെയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ്റെയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അതും ഫ്രൈ ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ പാസ്ത ഞാൻ പാത്രത്തിലേക്ക് ആക്കുകയാണ് കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മൊത്തം 5 പേരാണ് കേട്ടോ കൂടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അവർക്കെല്ലാവർക്കും 2 ഗേൾസ് വെച്ചിട്ടാണ് കേട്ടോ. മാത്രമല്ല അവർ ഒരേ സ്കൂളിൽ ഒരേ ഡിവിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ ബസ്സിലാണ് വരുന്നതും പോകുന്നതൊക്കെ. അപ്പോൾ അവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അവിടെ മക്കൾക്ക് കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് 8 കുട്ടികളും ഉണ്ടാവും. അപ്പോൾ മക്കളെല്ലാവരും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പാസ്ത ബർഗറൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്
അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഫുഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹയാണെങ്കിൽ നമ്മുടെ ഗീ റൈസും ചിക്കൻ കറി ആക്കുന്നുണ്ട്. പിന്നെ ഒരാൾ പത്തൽ, ഒരാൾ ചെമ്മീൻ കറി, പിന്നെ ഒരാൾ സ്വീറ്റ്സ്, അങ്ങനെ എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. ഉച്ചകത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. പിള്ളേർക്ക് ഇതേപോലെ തന്നെ പാസ്തയും ബർഗറും ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ബഹളം തുടങ്ങും, ഞങ്ങൾക്കൊന്നും ഇല്ലേന്നും ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളത് ഞാനിവിടെ വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ അവർ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് കേട്ടോ നമ്മളെ അകത്തേക്ക് വെൽക്കം ചെയ്തത്. അവരൊരു വെൽക്കം കാർഡൊക്കെ തന്നിട്ടാണ് മക്കള് നമ്മളകത്തേക്ക് കയറ്റിയത്. ചെന്നപാടെ ഞങ്ങൾ സ്നേഹക്ക് പണി കൊടുത്തിട്ടാ ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞിട്ട്. കാരണം വൈകിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പണി ഉണ്ടാവുമല്ലോ, വീട്ടിലുള്ളവരെല്ലാവരെയും സെറ്റ് ചെയ്തിരുത്തിയിട്ട് വേണമല്ലോ ഇറങ്ങാനായിട്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ഒക്കെ ജിമ്മിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാസിമും നല്ല ഉറക്കമാണ്. ആ ഒരു സമയം നോക്കിയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അവരെല്ലാവരും കൂടി മദീന മാളിൽ പോവാണെന്ന് പറഞ്ഞിട്ടാ. അവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരായിട്ട് പോവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫ്രീ ആയി. ഇപ്പോൾ ഇതാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ആൾ കേട്ടോ, 1 ഇയർ ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും അവളെ കൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. പക്ഷെ അവൾ അമ്മയുടെ അടുത്തുനിന്ന് എന്ത് ചെയ്ത് ഇറങ്ങില്ല കേട്ടോ. അങ്ങനെ ഇതേ കുട്ടികളുടെ പരിപാടി തുടങ്ങി. അതുകൊണ്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവർ ആ ഒരു ചെറിയ സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഡാൻസും ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വെൽക്കം ഒക്കെ പറഞ്ഞിട്ട് സ്നേഹയുടെ മോളാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പിറകെ ഓരോരുത്തരും വന്നു, ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. നമ്മളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്തു. നമ്മളെക്കാളും ഇൻട്രസ്റ്റഡും എക്സൈറ്റ്മെൻറ്റും ഒക്കെ അവർക്ക് തന്നെയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി മദേഴ്സ് ഡേ ഒക്കെ കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്കിറ്റ് പോലെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. Today's assembly is in honor of Mother's Day, a special day to celebrate and appreciate the love, care and endless efforts of mothers who build and support our lives, families. Let us listen to the quote in Arabic by Hannah, in English by Nazara and in Hindi by Dirsha. അങ്ങനെ അവർ ഓരോരുത്തരെയും വെൽക്കം ചെയ്തിട്ട് മദേഴ്സിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദേഴ്സ് ആർ വോയിസ് ഓഫ് ലവ്, മദർ ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ അവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇംഗ്ലീഷിൽ, ഒരാൾ അറബിയിൽ, ഒരാൾ ഹിന്ദിയിലൊക്കെ ഓരോ കോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ പരിപാടി. അങ്ങനെ ഓരോരുത്തരുടെയും പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കിറ്റ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. സ്കിറ്റ് നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആദ്യം കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുന്ന സീനാണ്. അപ്പോൾ ബാക്കി 7 പേരും മക്കളും ഒരാൾ മാത്രം അമ്മയായിട്ട് രാവിലെ എഴുന്നേൽക്കുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഫുഡൊക്കെ ഉണ്ടാക്കുന്നു. മക്കളെ രാവിലെ എഴുന്നേൽപ്പിച്ച് അവരെ ഡ്രസ്സൊക്കെ റെഡിയാക്കി അവരെ സ്കൂളിലേക്ക് അയക്കുന്ന സീൻ, അങ്ങനെ എല്ലാം അവർ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്തു. ഞങ്ങളെല്ലാവരും എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 8 മണിയായി. കുട്ടികളുടെ പ്രോഗ്രാമും ഇത്രയൊന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. അവർ ഇത്രയും പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഇരുന്നതെന്നുള്ളതൊന്നും വിചാരിച്ചില്ല. അങ്ങനെ ഒരു 9:30 മണിയോളം ആയി ഇവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അതിനുശേഷമാണ് കേട്ടോ ഡിന്നറും കാര്യങ്ങളൊക്കെ വിളമ്പി കുട്ടികൾക്കൊക്കെ കൊടുക്കണമല്ലോ. പിന്നെയും വൈകി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇത് സ്കിറ്റിന്റെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ. കുട്ടികളെല്ലാവരും അമ്മയൊക്കെ കൂടി കിടന്നുറങ്ങാണത്. അപ്പോൾ ഇതാണ് അമ്മ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തത്, കുട്ടികളെയൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വിടുന്ന സീനാണ് കേട്ടോ അവർ കാണിച്ചുകൊണ്ടിരിക്കണേ. പെൺകുട്ടികൾ കൂടുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അവരുടെ ലോകം തന്നെ വേറെയാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അമ്മമാരെന്താണ് ചെയ്യണത് അതിനെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ആണുങ്ങളുടെ ലോകത്തു നിന്നാണല്ലോ ചെല്ലണേ. നമ്മുടെ വീട്ടിൽ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇവിടെ. കുട്ടികൾ അവർ കാർഡ് ഉണ്ടാക്കുക, സ്കിറ്റ് റെഡിയാക്കുക, കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ലല്ലോ വീട്ടിൽ. ഫുൾ ടൈം ഇടി കാര്യങ്ങളൊക്കെയാണല്ലോ എപ്പോഴും. പിന്നെ അവർ 3 പേരും 3 ലോകത്താണ്. ഹംദാനാണെങ്കിലും അവൻ്റെ ഫ്രണ്ട്സ് വേറെ ആയതുകൊണ്ട് അവരുടെ ഗ്യാങ് വേറെ, അതേപോലെ ഹാറുവിൻ്റെ ഫ്രണ്ട്സ് വേറെ, അവനും കളിക്കുന്നതൊക്കെ വേറെ വഴിക്കായിരിക്കും. ഹാസിമാണെങ്കിലും ചെറുത്. അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. പെൺപിള്ളേരുടെ കളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ്. പോരാത്തതിന് ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സും ആണ്, ഒരേ സ്കൂളിലും ആണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കമ്പനിയും ഗ്യാങ്ങും ഒക്കെ ആയിട്ട്
ഇതേ പിള്ളേർ റെഡിയായി സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ പിന്നെ വീട്ടിലിരുന്ന് പാത്രം കഴുകണ സീനാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഞങ്ങൾ കുറേ ചിരിച്ചു ഇതൊക്കെ കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരുടെയും ഓരോരുത്തരുടെയും ഡാൻസും പരിപാടിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ചെയ്തിട്ട് അവർ നല്ല ഫോമലായിട്ട് നല്ലൊരു പ്രോഗ്രാമിൻ്റെ രീതിയിൽ തന്നെ അവരത് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 ദിവസമായിട്ടാണ് പ്ലാൻ ചെയ്യണത്. മൂവി നൈറ്റ് ആണല്ലോ, അപ്പോൾ ഏത് മൂവി കാണും എന്നുള്ളൊരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഏതെങ്കിലും കോമഡി മൂവി കണ്ടത് തന്നെ വെക്കാന്നുള്ള ഒരു പ്ലാനിങ് ഒക്കെ ആദ്യം വന്നു. അവസാനം ഈ പടക്കളം എന്നും പറഞ്ഞിട്ടുള്ളൊരു പുതിയ മൂവി ഇറങ്ങിയിട്ടുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ എന്തോ ആണ്. അപ്പോൾ നല്ല ഹിറ്റാണ്, നല്ല റിവ്യൂ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളാരും കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ കാണാമെന്ന് വിചാരിച്ചിട്ട് അതാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കണത്. അത് ഓൾറെഡി ഡൗൺലോഡൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റൂമിൽ പ്രൊജക്ടറും ഈ ഒരു ഡൈനിങ് ഹാളിൽ TV ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹാളിലാണ് ഇരുന്നത്. പിന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടലും പരിപാടിയൊക്കെ ആയതുകൊണ്ട് പിള്ളേരെല്ലാവരെയും കൂടി അടക്കി ഞങ്ങൾ ഡൈനിങ് ഹാളിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ റൂമിൽ പോയി ഇരുന്നാണ് കേട്ടോ കണ്ടത്. നമ്മുടെ ഷറഫുദ്ദീനും അതേപോലെ സുരാജിൻ്റെ ഒക്കെ ഒരു കോമഡി ഫിലിമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു പടം. അങ്ങനെ അത് കഴിയാനായിട്ടൊരു 12:30 മണിയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഇക്കായും പിള്ളേരൊക്കെ മദീന മാളിൽ നിന്ന് തിരിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ആശ്വാസമായിരുന്നു കേട്ടോ. അവരും ഹാപ്പിയായി, ഞാനും ഡബിൾ ഹാപ്പിയായി. ഹാസിമാണെങ്കിലും ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ കയറിയ സമയത്ത് തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങോട്ട് പോരുന്ന വരെ ആള് നല്ല ഉറക്കമായിരുന്നു. ഒക്കെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ആൾ എണീറ്റത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ ഫ്രഷായി. പിന്നെ അപ്പം തന്നെ ഒക്കെ പാസ്തയും ബർഗറും എല്ലാം പിള്ളേർക്കൊക്കെ എടുത്തു കൊടുത്തതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവരവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഹാസിമും നല്ല ഫ്രഷായിരുന്നു. ഹംദാനും ഹാറൂനാണെങ്കിലും ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഫ്രഷായിട്ട് നന്നായിട്ട് തന്നെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ മക്കളുടെ ഈ ഒരു കളിയോടുകൂടിയാണ് കേട്ടോ കുട്ടികളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എൻ്റെ ആയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ക്ലാപ്പ് ചെയ്ത് എല്ലാവരും കൺഗ്രാജുലേറ്റൊക്കെ ചെയ്ത് അങ്ങനെ ഇതേ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് അവർ ചെറിയ കാർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് ഇതേ ബർഗറും പാസ്തയൊക്കെ ആദ്യം എടുത്തു കൊടുത്തു. അതിന് ശേഷം പത്തിരിയും ഗീ റൈസും കറിയൊക്കെ കഴിച്ച് പിള്ളേരെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ ഞങ്ങൾ ഫുഡൊക്കെ എടുത്ത് ഡൈനിങ് ഹാളിൽ വന്നിരുന്നു. പക്ഷേ കാര്യം ഉണ്ടായില്ല. പിള്ളേർ ഓരോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വിളിക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ലൈറ്റ് ഇടുന്നു, ഓഫ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. കുട്ടികളെ എന്തായാലും ഹാളിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ പ്രൊജക്ടർ ഇട്ടിട്ട് റൂമിലേക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിള്ളേരെല്ലാവരെയും കൂടി ഡൈനിങ് ഹാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ്. അതേ അങ്ങനെ ഞങ്ങളിത് റൂമിലേക്ക് വന്ന് അതേ സിനിമയൊക്കെ തുടങ്ങി. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി മൂവി തന്നെയായിരുന്നു കേട്ടോ. നന്നായിട്ട് ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതേ ഫിലിമൊക്കെ കഴിഞ്ഞ് ഒരു 12:30 നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാരാ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ലേഡീസ് മാത്രം കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ഒരു സിനിമയൊക്കെ കണ്ട് ഇരുന്നപ്പോൾ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നമുക്ക് പണിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫുഡ് ഉണ്ടാക്കണം, കുട്ടികളുടെ കാര്യം മാനേജ് ചെയ്യണം, എല്ലാം കഴിയാൻ വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിനും ഇറങ്ങലുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ദേ സ്വീറ്റൊക്കെ കുറച്ച് ഗ്രേറ്റ് ഫുഡിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുനാഫയൊക്കെ വാങ്ങി അത് കഴിച്ചു. ഞങ്ങളിത് ഇറങ്ങാൻ നേരത്ത് ഞാൻ വെറുതെ വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ ഏതോ ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കണ്ടിരിപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി. ബാക്കിയുള്ളവരൊക്കെ 2 മണി സമയത്തൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് പോയത്. അവരൊക്കെ സെയിം ബിൽഡിങ്ങിൽ തന്നെയുള്ളവരാണ്, ഞാനാണ് കുറച്ച് ദൂരം ഉള്ളത്. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ മൂവി നൈറ്റ് വിശേഷങ്ങൾ. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.